നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രസാദ്. നമസ്കാരം. തമിഴ്നാട്ടിൽ ജോസഫ് സി വിജയ് നമ്മൾ ഇതുവരെ പറഞ്ഞ നിലപാടിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ നിലപാട്. 246 കോടി രൂപയുടെ 46 പദ്ധതികൾ, അതിൽ 29 കല്യാണ മണ്ഡപങ്ങൾ, 17 വാണിജ്യ സമുച്ചയങ്ങൾ, ഇതെല്ലാം നിരോധിച്ചു. തമിഴ്നാട്ടിലെ ഈ സ്കൂളുകളുടെ അടുത്ത് മദ്യ വിൽപ്പന നിരോധിച്ചതുപോലെ ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയില്ല. ഇതെല്ലാം ഏതാണ്ടൊക്കെ അനുമതി കൊടുത്തു. കഴിഞ്ഞ സ്റ്റാലിൻ സർക്കാർ അനുമതി കൊടുത്തു. എല്ലാം ഇനി അങ്ങ് തുടങ്ങിയാൽ മതി. 246 കോടി രൂപയാണ്. ഈ 246 കോടി രൂപയുടെ സർക്കാർ ഫണ്ടിൽ നിന്ന് എടുത്തല്ല സ്റ്റാലിൻ ഉത്തരവിട്ടത്. എവിടെ നിന്നാണ്? തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ചാരിറ്റബിൾ ആൻഡ് എൻഡോമെൻറ്റ് വകുപ്പിൻ്റെ ആ വകുപ്പിൽ നിന്നുള്ള പണം എടുത്ത് വകമാറ്റി ചിലവഴിക്കാൻ കൊടുത്ത ഉത്തരവാണ്. അതായത് എങ്ങനെയും നശിച്ചു പോട്ടെ. പക്ഷേ വളരെ നിർണായകമായൊരു ഉത്തരവാണ് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ പണം ക്ഷേത്രങ്ങൾക്ക്, അതിലൊരു മാറ്റം ഉണ്ടാകില്ല. ഈ പണം എടുത്ത് പൊതു ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഒരിക്കലും വിനിയോഗിക്കാൻ പറ്റുന്ന ശക്തമായ ഉത്തരവ് വിജയ് നൽകി കഴിഞ്ഞു. ശരിക്കും ഇത്തരമൊരു തീരുമാനം കേരളമായിരുന്നു ആദ്യം നടപ്പാക്കി മാതൃക കാട്ടേണ്ടിരുന്നത്, അല്ലേ? അല്ല, കേരളത്തിൽ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഇത് എന്താണെന്ന് നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവണം. അതായത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് വകുപ്പ്, നമ്മുടെ ഇവിടുത്തെ പോലെ ദേവസ്വം ബോർഡ് തന്നെ അവിടെ മറ്റൊരു പേരാണ്. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതിയിലല്ല അവിടെ തമിഴ്നാട് ദേവസ്വം കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ ചില കാര്യങ്ങൾ സങ്കീർണമാണ്, എന്നാൽ ചില കാര്യങ്ങൾ കുറേ ലളിതമാണ്. അപ്പോൾ അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സ്റ്റാലിൻ സർക്കാർ തീരുമാനിച്ചത് ഈ ക്ഷേത്രങ്ങളുടെ വലിയ രീതിയിലുള്ള ഡെപ്പോസിറ്റും, വലിയ അവിടുത്തെ മഹാക്ഷേത്രങ്ങളുണ്ടല്ലോ, നമ്മുടെ പഴനി, തിരുപ്പുറക്കുണ്ട്രം, മധുര, ഇതുപോലെയൊക്കെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളുടെ പിന്നെ അവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കാണിക്കപ്പണം, അവിടെ വന്നിരിക്കുന്ന ഭക്തർ സമർപ്പിച്ചിരിക്കുന്ന മറ്റു വസ്തുവകകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് വകുപ്പിൻ്റെ കീഴിലാണ് അതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 246 കോടി രൂപ എടുത്ത് വലിയ കല്യാണ മണ്ഡപങ്ങൾ പണിയുക, ആഡംബര കല്യാണ മണ്ഡപങ്ങൾ പണിയുക, എന്ന് വെച്ചാൽ AC ഒക്കെയുള്ള കല്യാണ മണ്ഡപങ്ങൾ പണിയുക. അതുപോലെ തന്നെ വാണിജ്യ സമുച്ചയങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സ്, മിനി മാളുകൾ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞ മിനി മാളുകൾ, സമ്പൂർണമായിട്ടും എയർ കണ്ടീഷൻ വൽക്കരിച്ച മിനി മാളുകൾ, വാണിജ്യ സമുച്ചയങ്ങളൊക്കെ പണിയുക, ചെറുതും വലുതുമായ. ഇതിന് വിവിധ തരത്തിൽ, അതായത് ഈ 115.77 കോടി രൂപ ചെലവിട്ടാണ് ഈ 29 ആഡംബര കല്യാണ മണ്ഡപങ്ങൾ പണിയാൻ തീരുമാനിച്ചത്. അതുപോലെ 130.08 കോടി രൂപ ചെലവിട്ടാണ് 17 വാണിജ്യ സമുച്ചയങ്ങൾ പണിയാൻ തീരുമാനിച്ചത്. ഇത് മുഴുവനും ഇതിൽ നയാ പൈസ സർക്കാരിൻ്റെ അല്ല, ഇതിൽ ഒരു ചില്ലിക്കാശ് പോലും ക്ഷേത്രത്തിൻ്റെതാണ്. 246 കോടി രൂപ സമ്പൂർണ്ണമായിട്ട്, എന്ന് വെച്ചാൽ വലിയ അഴിമതി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. ഈ നിർമ്മാണത്തിന് കരാറ് കൊടുക്കുമ്പോൾ ഒക്കെ വലിയ രീതിയിൽ അഴിമതി നടത്തും. അത് ലക്ഷ്യമിട്ട് മാത്രമല്ല, ഇത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ. ഒരു ആഡംബര കല്യാണ മണ്ഡപം ഒരു ദിവസം വാടകയ്ക്ക് കൊടുക്കുന്നത് എത്ര ലക്ഷം രൂപയ്ക്കായിരിക്കും നമുക്കൊന്ന് ഊഹിക്കാവുന്നതല്ലേ. അതും തമിഴ്നാട്ടിൽ. അതെ, ഈ വലിയ നഗരങ്ങളിൽ വലിയ മഹാക്ഷേത്രങ്ങളോടനുബന്ധിച്ച് അവരുടെ ഭൂമിയിൽ, അതും മറ്റൊരു കാര്യമുണ്ട്, ഈ ക്ഷേത്ര ഭൂമിയിലാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത്. എന്നിട്ട് അവിടെ എന്താ ചെയ്യുക? അവിടെ ഇപ്പോൾ കല്യാണ മണ്ഡപമല്ലേ, എല്ലാവർക്കും വാടകയ്ക്ക് കൊടുക്കും. അപ്പോൾ കല്യാണ മണ്ഡപത്തിൽ ഹിന്ദുക്കളല്ലാത്തവർ, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ഒക്കെ കല്യാണം നടത്താൻ വരും. കല്യാണം നടത്തിയിട്ട് ഹിന്ദുക്കളാണെങ്കിൽ കൂടിയും ഒരു പക്ഷേ നോൺ വെജിറ്റേറിയൻ സദ്യ വയ്ക്കും. എന്തായാലും ക്രിസ്ത്യൻ മുസ്ലിം കല്യാണങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ സാധാരണ നിലയ്ക്ക് ഉണ്ടാകും, അല്ലേ? അപ്പോൾ ഇതെല്ലാം ഈ ക്ഷേത്രങ്ങളെ തകർക്കാനും കൂടെ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചന, ഇല്ലാതാക്കുമെന്നാണല്ലോ ഉദയനിധി സ്റ്റാലിൻ വെല്ലുവിളിച്ചത്. അതിനാണ് സ്റ്റാലിൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് അച്ഛൻ സ്റ്റാലിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചു. തുടർഭരണം കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം അവർ ചെയ്യുമായിരുന്നു. ഇത് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് കോടതിയിൽ പോയിട്ട് ഇതിനെ തടയാം.
ഈ കോടതി പോയി കോടതി ഇതിന് സ്റ്റേ ഒക്കെ കൊടുത്തു. അതായത് ക്ഷേത്രങ്ങളുടെ പണമെടുത്ത് സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്നതല്ല, സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്ന് അതിന് ക്ഷേത്രങ്ങളുടെ, സർക്കാരിന് വേണമെങ്കിൽ കല്യാണ മണ്ഡപം പണിയാം എന്നിട്ട് വാടകയ്ക്ക് കൊടുക്കാം. പക്ഷെ അത് ക്ഷേത്രഭൂമിയിൽ വേണ്ട, അത് ക്ഷേത്രങ്ങളുടെ പണമെടുത്ത് വേണ്ട, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചെയ്തോ. അല്ലാതെ ഈ ക്ഷേത്രങ്ങളുടെ പണമെടുത്ത് ചെലവാക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, അധികാരമില്ല. ആസ് പെർ ദ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ക്ഷേത്രത്തിലെ മൂർത്തി എന്ന് പറയുന്നത് മൈനറാണ്, മേജറല്ല. അതുകൊണ്ട് ആ മൈനർ മൂർത്തിയുടെ സ്വത്തുക്കൾ എടുത്ത് കൈകാര്യം ചെയ്യുന്നതിന് ഒരു മൈനറായിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ സ്വത്ത് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ അതിന് എന്തൊക്കെ നിയമ തടസ്സങ്ങളുണ്ടോ അതെല്ലാം ഇവിടെയുണ്ട്. ഈ പണം അങ്ങനെ അടിച്ചു മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഗുരുവായൂരമ്പലത്തിൻ്റെ ഫണ്ടെടുത്ത് പ്രളയ ഇതിന് കൊടുത്തപ്പോൾ, ദുരിതാശ്വാസത്തിന് കൊടുത്തപ്പോൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5-10 കോടിയൊക്കെ കൊടുത്തപ്പോൾ അതിന് കോടതി മൂക്കുകയറിട്ട് തിരിച്ചു പിടിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. കേരള ഹൈക്കോടതി അതിനെതിരെ വലിയ അപ്പീലൊക്കെ പോയിട്ട് അതുകൊണ്ട് അതവിടെ തീർന്നു. അല്ലെങ്കിൽ മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും എല്ലാ ക്ഷേത്രങ്ങളിലും എന്തിനു പറയുന്നു. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്രയും വലിയ അമൂല്യമായ സമ്പത്തുണ്ട്. ഇത് പ്രളയമൊക്കെ വന്നപ്പോൾ അവരതിൽ നിന്ന് കുറച്ചെടുത്തതായി തിരിക്കട്ടെ എന്നും പറഞ്ഞ്, അത് ഒരു ഭരണസമിതി അവിടെ ഉണ്ടല്ലോ, അവരെന്താ കൊടുക്കാത്ത? കൊടുക്കാൻ പറ്റില്ല, നിയമമില്ല, അതിന് നിയമമില്ല. അപ്പോൾ അതിന് ആ സ്വത്തുക്കളിൽ നിന്ന്, ആ അമൂല്യ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ എടുക്കണമെങ്കിൽ അതിന് വലിയ പ്രൊസീജിയറുണ്ട്. ദേവഹിതം നോക്കണം, സുപ്രീം കോടതിയുടെ വരെ അനുമതി ഇനിയിപ്പോൾ വാങ്ങണം, അങ്ങനെയൊക്കെ ഉണ്ട്. അത് എടുക്കാൻ വ്യവസ്ഥയുണ്ട്. ഇത് ഉണ്ടാക്കി വെച്ചവർ അതെടുക്കാൻ ഒരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പക്ഷെ എടുത്താൽ അതിൻ്റെ പലിശ സഹിതം തിരിച്ചു വയ്ക്കണം. അങ്ങനെയുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്താൽ അതിൻ്റെ പലിശ സഹിതം തിരിച്ചു വെക്കണം. അങ്ങനെ രാജാവ് വെച്ചിട്ടുണ്ട്. രാജ്യത്ത് ദുർഭിക്ഷം വന്നപ്പോൾ, രാജ്യത്ത് യുദ്ധസമാനമായ സാഹചര്യങ്ങളുണ്ടാ, ടിപ്പുവൊക്കെ ആക്രമിച്ച സമയത്ത് ഒരുപാട് പണം വേണം, പടയൊരുക്കണമല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ നിന്ന് വായ്പ പോലെ അത് എടുക്കുകയും തിരിച്ച് ആവശ്യം കഴിഞ്ഞ് അത് പലിശ സഹിതം തിരിച്ചവിടെ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന ആചാരവും വിശ്വാസവും മാത്രമല്ല, ഇതിനൊക്കെ ഇങ്ങനെ ചില നിയമ പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. ഇരിക്കട്ടെ, ഇവിടെ തമിഴ്നാട്ടിൽ എന്തായാലും വിജയ് വന്ന് ഇത് റദ്ദാക്കി. ഇവിടെ വിജയ് ഒരു മികച്ച ഭരണാധികാരിയാണ് എന്നൊന്നും വിലയിരുത്താനുള്ള സമയമായിട്ടില്ല നമുക്ക്. ഏതാണ്ട് ഈ 5 വർഷം കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും 5 വർഷം വേണം. വിജയിന് എത്ര മാർക്ക് കൊടുക്കണം എന്ന് പറയണമെങ്കിൽ 5 വർഷത്തെ ഭരണം വിലയിരുത്തിയാലേ പറ്റൂ. ഒന്നാമത് വിജയ് പുതിയൊരാളാണ്, അല്ലാതെ നേരത്തെ ഭരിച്ചു പരിചയമുള്ള ആളല്ല. പക്ഷെ ഒരു 1-2 വർഷം കൊണ്ട് തന്നെ അറിയാൻ പറ്റും സർക്കാരിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്കറിയാൻ പറ്റും. എങ്കിലും ഒരു മാർഗിടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ 5 വർഷത്തെ ഭരണം പൂർത്തിയായാലേ പറ്റും. വിജയ് എന്ന മുഖ്യമന്ത്രി ഈ ഒരു അനീതി അല്ലെങ്കിൽ ഈ ഒരു ചട്ടലംഘനം തിരിച്ചറിഞ്ഞു എന്നുള്ളിടത്താണ് അത് തിരിച്ചറിഞ്ഞതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. പിന്നെ രാജേഷ് ജി മനസ്സിലാക്കേണ്ടത്, തമിഴ്നാട്ടിൽ ഇന്നിപ്പോൾ, അതായത് അവിടെ DMKക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയത് സത്യത്തിൽ ആരാണ്? ADMK ആണോ BJPയും അണ്ണാമലയുമാണോ? അണ്ണാമലയായിരുന്നു. BJPയുടെ ബാനറിൽ അണ്ണാമലയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയത്. അണ്ണാമലൈ ഈ അഴിമതികളെല്ലാം ചൂണ്ടിക്കാട്ടി രംഗത്ത് വരികയും ഈ ഹിന്ദു വേട്ട, ഇതങ്ങനെ തന്നെ പറയണം, ഹിന്ദുക്കളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതാണ്. ക്ഷേത്രത്തിൽ ഏതാണ്ട് ഒരു 80% 90% പണവും ഹിന്ദുക്കൾ കൊണ്ടിടുന്നതാണ്. വളരെ കുറച്ചേ മുസ്ലിം ക്രിസ്ത്യൻ ഫണ്ട് വരികയുള്ളൂ. അവർ വിശ്വാസികളായ ആൾക്കാരെങ്ങാനും കാണിക്കുക പണം കൊണ്ടിട്ടാലായി, അല്ലേ? അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളെ കൊള്ളയടിക്കാനുള്ളൊരു പദ്ധതിയായിരുന്നു ഈ ക്ഷേത്ര ഫണ്ടിനെ അടിച്ചു മാറ്റുന്നതിലൂടെ സ്റ്റാലിൻ ലക്ഷ്യമിട്ടത്. അത് വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനെതിരെ വലിയ പ്രൊട്ടസ്റ്റ് നടത്തുകയും അവിടെ മുരുക സംഗമം പോലെയുള്ള വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും ഒക്കെ ചെയ്തത്, ഹിന്ദു സംഘടനകളുടെ സഹായത്തോടു കൂടി നടപ്പാക്കുകയും ഒക്കെ ചെയ്തത് അണ്ണാമലയാണ്. അപ്പോൾ അണ്ണാമലയായിരുന്നു അവിടെ ഇവരുടെ ഏറ്റവും വലിയ എതിരാളി DMKയുടെ. പിന്നീടാണ് വിജയ് കടന്നു വരുന്നത്. വിജയ് DMKയെ അങ്ങ് ശക്തമായി എതിർത്തുകൊണ്ട്
കയറി വന്നത് മാത്രമല്ല, ആ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് വിജയ് ഒരു താരമാണ്. തമിഴ് ജനതയ്ക്ക് എന്താ പറയുക, വിജയിനോടൊരു വൈകാരികമായ അടുപ്പമുണ്ട്. ഇതെല്ലാം വിജയ് വോട്ടാക്കി മാറ്റി. വെറും DMK-യുടെ ഉള്ള എതിർപ്പ് മാത്രമല്ല, വിജയിനൊരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ടായിരുന്നു. വിജയ് എന്നുള്ള നടൻ കാലങ്ങളായിട്ട് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ടായിരുന്നു. ആ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വിജയ് കളിച്ചത്. അണ്ണാമലയ്ക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. BJP ആകട്ടെ അവിടെ ഒരു വലിയ ശക്തിയുമല്ല. അപ്പോൾ പക്ഷേ അണ്ണാമലൈ പണിയെടുത്തതുപോലെ വിജയ് പണിയെടുത്തിരുന്നെങ്കിൽ തമിഴ്നാട്ടിൽ മുഴുവൻ സീറ്റും വിജയ് തൂത്തുവാരി കൊണ്ടുപോയേനെ. പക്ഷെ അണ്ണാമലയെ തമിഴ്നാട്ടിലെ BJP കാര്യമായി പിന്തുണച്ചില്ല എന്ന് വേണമെങ്കിൽ. കാരണം അണ്ണാമലൈ ഏറെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ BJPക്ക് പേരെടുത്തത്. അത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് സംഭവിച്ചിരിക്കുന്ന വിലയിരുത്തലിൽ സംഭവിച്ചിരിക്കുന്ന പാകപ്പിഴകളാണ്. അത് നമുക്ക് മറ്റൊരു വലിയ വിഷയമാണ്. അത് ചർച്ച ചെയ്യാൻ ഒരുപാടുണ്ട്. അല്ല, BJP നേതാവായ അണ്ണാമലൈ ഇരിക്കുമ്പോൾ തന്നെ നയനാ രാജേന്ദ്രൻ ഒരു ADMK ദ്രാവിഡ പാർട്ടിയുടെ നേതാവ്, അതെ, BJP-കാരൻ അല്ലാത്തൊരു ആളെ പിടിച്ച് സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നു. അതുവഴി ആ ദ്രാവിഡ വോട്ട് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നു. അതെല്ലാം പൊളിഞ്ഞു. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, അപ്പോൾ ഇപ്പോൾ ഈ BJP-യുടെ സ്പേസ് അവിടെ വേക്കൻ്റ് ആണ്. BJP ആകെ പൊളിഞ്ഞു പാളീസായി. തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റാണ് കിട്ടിയത്, ഒരു MLA ആണ് കിട്ടിയത്. അണ്ണാമലൈ BJP വിട്ടു പോവുകയും ചെയ്തു. ഇനി അണ്ണാമലൈ അവിടെ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അണ്ണാമലയുടെ രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അണ്ണാമലൈ കൃത്യമായിട്ട് തമിഴ് വികാരവും ഇന്ത്യൻ ദേശീയതയും ഹിന്ദുത്വവും ഇതെല്ലാം കൂടെ കലർത്തിക്കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു രാഷ്ട്രീയമായിരിക്കും അണ്ണാമലൈ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ അതോടുകൂടി തന്നെ BJP വട്ടപൂജ്യമായി പോകും. തമിഴ്നാട്ടിൽ BJP-യെ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അതിന് പകരം അവിടെ അണ്ണാമലയെ കണ്ടാൽ മതി. BJP പ്ലസ് അണ്ണാമലൈ ഉണ്ടാക്കിയ ഒരു, പക്ഷെ അണ്ണാമലൈ ഇപ്പോൾ സൈലന്റ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ പുതിയ വീതി ലീഡർ ആ പാർട്ടിയുടെ സംഘടന, പാർട്ടി എന്ന് പറയുന്നില്ല, സംഘടന എന്നാ പറയുന്നത്. പുലി പതുങ്ങുന്നത് കുതിക്കാനാണ്. ആ സംഘടനയെ അദ്ദേഹം അതിന്റെ അണികളെ മറ്റേ മയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ ആ സ്പേസ് ഇപ്പോൾ അണ്ണാമലയും BJP-യും കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു സ്പേസ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ കസേരയിൽ ഇപ്പം ഇരിക്കാൻ ആളില്ല. വിജയ് ആ കസേര പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമാണ് ഈ 246 കോടി മാറ്റിയെടുത്ത് സർക്കാർ ക്ഷേത്ര ഫണ്ട് എടുത്ത് ഈ നിർമ്മാണങ്ങൾ നടത്താനുള്ള സ്റ്റാലിൻ സർക്കാരിൻ്റെ ഉത്തരവിനെ റദ്ദാക്കിയത് അതിന് തന്നെയാണ്. തീർച്ചയായിട്ടും. അല്ലാതെ വിജയ് വലിയ ഹിന്ദു സ്നേഹിയോ ക്ഷേത്രവിശ്വാസിയോ ഒന്നുമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പകരം അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്, അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് വിജയ് എടുത്ത് പയറ്റിയിരിക്കുന്നു. അത് ഈ പറഞ്ഞതുപോലെ ആ സ്പേസ് അവിടെ BJP-യും അണ്ണാമലയും കൂടി ഒഴിച്ചിട്ടിരിക്കുന്ന ആ സ്പേസ്, ആ കസേര, അത് കൂടെ പിടിച്ചെടുത്ത് അവിടെ ഒരു വശത്ത് ദ്രാവിഡ രാഷ്ട്രീയത്തിനെ തകർത്തെറിയുന്ന തന്ത്രങ്ങൾ ഒരു വശത്ത്, ഇപ്പുറത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ ഉഴുതുമറിച്ചിട്ട മണ്ണിൽ വിത്തിറങ്ങിയിരിക്കുന്നു, വിത്ത് വിതച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ ഫലം കൊയ്യണം. അത് വിജയ് പടിപടിയായിട്ട് ആ കാര്യങ്ങൾ എന്തായാലും വിജയ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം വളരെ നിർണായകമായ തീരുമാനമാണ്. നിർണായകമാണ്. തീരുമാനം നല്ല തീരുമാനമാണ്. നിയമത്തിന് വിധേയമായ തീരുമാനമാണ്, നിയമവിരുദ്ധമല്ല. എന്തായാലും തമിഴ്നാട്ടിലെ ഭൂരിഭാഗം വരുന്ന ഹിന്ദു വിശ്വാസികളും ഇനി വിജയിനെ ഒരു സംശയത്തോട് കണ്ടിരുന്നു. പക്ഷെ ആ സംശയത്തിന് കുറേയൊക്കെ മാറ്റം വരുത്താൻ വിജയിന് ഇത്തരം തീരുമാനങ്ങളിലൂടെ കഴിയും. വിജയം ലക്ഷ്യമിടുന്നത് അതാണ്, ഹിന്ദുക്കളുടെ വിശ്വാസം നേടിയെടുക്കുക. പ്രത്യേകിച്ചും അവിടുത്തെ OBC വിഭാഗങ്ങളുടെ, ഈ മുരുകൻ, അയ്യപ്പൻ തുടങ്ങിയ ദേവതകളെ ആരാധിക്കുന്ന, അമ്മ ദൈവങ്ങളെ ആരാധിക്കുന്ന OBC വിഭാഗങ്ങളെ, അവിടുത്തെ അവിടുത്തെ ഒരു അപ്പർ കാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ അയ്യർ വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ ശൈവ ആരാധനാ സമ്പ്രദായത്തെ അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വലിയ സമൂഹം തമിഴ്നാട്ടിലുണ്ട്. ആ സമൂഹത്തിൻ്റെ പിന്തുണ നേടിയെടുക്കുക, അതാണ് വിജയ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിൽ വിജയ് പതുക്കെ അടിവെച്ച് മുന്നേറുന്നു. വളരെ കൃത്യമായിട്ട്
അത് വിജയിന് ഭാവിയിൽ അണ്ണാമല ഒരു വെല്ലുവിളിയാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഭാവിയിൽ കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ വിജയ് പറഞ്ഞതുപോലെ 2 വള്ളത്തിലും കാലൂന്നി, ഒരു വശത്ത് ഈ ക്രിസ്ത്യൻ മതപരിവർത്തന ലോബിയുമായിട്ടുള്ള ഒരു സഹകരണം, മറുവശത്ത് ഹിന്ദുക്കളെ ഈ പറഞ്ഞതുപോലെ അവരുടെ മൃദുല വികാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള നീക്കം. അത് ബാലൻസ് ചെയ്ത് പോകാന്നുള്ളതിനൊരു ഏറ്റവും വലിയ കഴിവും നേട്ടവും. അത് ബാലൻസ് ചെയ്ത് പോകാൻ വിജയ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണാം.